ഏട്ടൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ലേശം ചിക്കൻ കൊടുന്നു. അപ്പം അതൊന്ന് ഞാൻ നല്ല വലിയ കഷ്ണങ്ങൾ നോക്കിയെടുത്തന്നെ കേട്ടോ. ഞാൻ ഒരുപാട് ചെറുതാക്കി നുറുക്കാണ്ട് ഏട്ടനോട് കൊണ്ടാൻ പറഞ്ഞത്. അപ്പോൾ അതായത് നമുക്ക് ചിക്കൻ പൊരിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി കൊണ്ടാൻ പറഞ്ഞത്. അതിലേക്ക് നമ്മൾക്ക് ചിക്കൻ പൊരിക്കാനുള്ളതിലേക്ക് നമ്മളൊന്ന് വരച്ച് വെച്ചിരുന്നു. അതിലേക്ക് ലേശം ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടി വെച്ചാൽ കുറച്ചിട്ടാൽ മതി. ഇത് കുറച്ച് എരിവ് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മൾക്ക് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മളുടെ എങ്ങനെയാണോ അനുസരിച്ചിട്ട് ഇടുക. പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി, ഞാൻ ചിക്കൻ മസാലപ്പൊടി മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിത് നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നാരങ്ങ നീര് പാരാത്തത്. പിന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അത് പോരും. അതിലുള്ള ജ്യൂസ് പോലത്തെ ഉള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് വരും കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു ചട്ടി, ഞാൻ ഗ്യാസുമ്മ എന്നല്ല കേട്ടോ, നല്ല വറകൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ ഗ്യാസുമ്മ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എനിക്ക് ഗ്യാസിൽ വെക്കുന്നേക്കാളും ഇഷ്ടം അടുപ്പിൽ വെക്കുന്നതാണ്. അപ്പം ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് സൺഫ്ലവർ ഒന്നുമല്ല, സാധാ ഓയിലാണ്. ആ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കുക. എന്തായാലും ഓരോന്നോരോന്ന് ഇട്ടിട്ടൊന്നല്ല, ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടാണ് ഒന്നിച്ച് അവിടെ വറുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് പൊരിച്ച് ഒരു വശം നന്നായിട്ടാവണം. എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ട് വശം ഒരേപോലെ നമ്മൾ പൊരിച്ചെടുക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാടായിരുന്നു ഇപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര കുട്ടികൾക്കാണെങ്കിൽ കാലിൻ്റെ ചിക്കൻ്റെ കോഴിയുടെ കാല് ഇതുപോലെ കിട്ടണം. അത് അങ്ങനെ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കും വേണ്ട ഇതൊന്ന് രണ്ട് കഷ്ണം പൊരിച്ചത്. അവർക്കാവുമ്പോൾ രണ്ട് കാലം കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ പൊരിച്ചതാവും തിന്നുമ്പോൾ നമുക്കും വേണ്ടേ എന്നുള്ളൊരു തോന്നലുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണം കൂടി അധികം ഇട്ടുണ്ട് കേട്ടോ. അത് പൊരിക്കുമ്പോൾ ഏട്ടനും അതേ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത്. അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം അധികം ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വശം ആയതിനു ശേഷം ഒന്ന് മറച്ചിടുക കേട്ടോ. ഒന്ന് ബ്രൗൺ കളറിൽ ആവുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വെന്തിരിക്കണം കേട്ടോ. നല്ലോണം ആളി കത്തിക്കരുത്. പതുക്കെ വെന്താൽ മതി. എന്നാലാണ് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുക. അപ്പം നമുക്ക് ചിക്കൻ നല്ല കട്ടിക്കൊക്കെ, ചിലതൊക്കെ നല്ല മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കരിഞ്ഞു പോവും. അതിനാണ് ഞാൻ ഒരുപാട് മസാല ഇടണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് മസാല ആകുമ്പോൾ നമുക്ക് കരിയേ ഉള്ളൂ, അല്ലാതെ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നന്നായി മുരിഞ്ഞ് കിട്ടട്ടെ. എന്നിട്ട് അത് വെന്തതിന് ശേഷം തിന്നാനുള്ള റെഡി ആയിട്ട് എല്ലാവരും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് നുള്ളി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ വെച്ചിട്ട് ലേശം കഷ്ണം അമ്മ എടുത്തപ്പോൾ തന്നെ അമ്മ എന്തിനാ അത്ര വലിയ കഷ്ണം എടുത്തതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം എനിക്കൊന്നും ഇതൊന്നും കിട്ടില്ല. എന്തായാലും പൊരിച്ച് കഴിഞ്ഞാൽ അവർ ഉള്ളിയൊക്കെ നുറുക്കി അടിപൊളിയായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിക്കൻ അവിടെ പൊരിച്ച ഒരു ശകലം പോലും കാണില്ല കേട്ടോ. അപ്പം എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ ഒന്ന് നമുക്ക് ചിക്കൻ്റെ കറിക്കുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരല്ല, ഇന്നത്തെ ദിവസം ആവുകൊണ്ടാണ്, പൂരത്തിൻ്റെ തിരക്കാണ്. അപ്പം എന്നാൽ ബായ്. ഇനി പൂരത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ബായ്.